ദുബായ് എമിറേറ്റ്സ് റോഡിലെ വാഹനാപകടത്തിൽ ജീവൻ പൊലിഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് കൈത്താങ്ങായി പ്രമുഖ വ്യവസായി സംരംഭകരും ജീവകാരുണ്യ പ്രവർത്തകനുമായ ഡോക്ടർ ഷംഷീർ വയലിൽ. ജീവൻ നഷ്ടപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബങ്ങൾക്കാണ് സഹായം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപകടത്തിൽപ്പെട്ട ഭാരതീയർക്ക് സഹായം ഉറപ്പാക്കാൻ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റുമായും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണെന്നും ഡോക്ടർ ഷംഷീർ വയലിൽ അറിയിച്ചു. ദുബായ് എമിറേറ്റ്സ് റോഡിൽ കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം നടന്നത്. ദുബായ് ആസ്ഥാനമായുള്ള കമ്പനിയിലെ ജീവനക്കാർ സഞ്ചരിച്ചിരുന്ന മിനി ബസ് സാങ്കേതിക തകരാർ മൂലം റോഡിൽ നിർത്തിയിട്ടിരുന്ന ട്രക്കിന് മുന്നിലിടിച്ചായിരുന്നു അപകടം. സംഭവത്തിൽ മരിച്ച 7 പേരിൽ 6 പേർ ഇന്ത്യക്കാരും ഒരാൾ ശ്രീലങ്കൻ പൗരനുമാണ്. പരിക്കേറ്റ 9 പേരിൽ 8 പേർ ഇന്ത്യക്കാരാണ്. ഇതിൽ 2 മലയാളികൾ ഉൾപ്പെടും. അപകടത്തിൽ ജീവൻ പൊലിഞ്ഞ 7 പേരുടെ കുടുംബങ്ങൾക്ക് 26 ലക്ഷം രൂപ വീതവും 2 മലയാളികൾ ഉൾപ്പെടെ പരിക്കേറ്റ 9 പേരുടെ അടിയന്തര ചികിത്സാ പുനരധിവാസ ആവശ്യങ്ങൾക്കായി 47 ലക്ഷം രൂപയും ഷംഷീർ വയലിൽ നൽകും. ഇതിനു പുറമെ അപകടത്തിനിരയായവരുടെ കുടുംബാംഗങ്ങളുടെ അടിയന്തര യാത്രാ താമസ സൗകര്യങ്ങൾക്കായി 18 ലക്ഷം രൂപയും കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി 13 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റുമായി ചേർന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരികയാണെന്ന് ഡോക്ടർ ഷംഷീർ വയലിൽ വ്യക്തമാക്കി. ജനം, ദുബായ്.